ഹായ് നമസ്കാരം. സഹകാരി റേസ് പ്ലസിൻ്റെ CSEB ക്ലാസ്സിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് CSEB എക്സാമുകൾക്ക് ചോദിച്ചു വരുന്ന ഏജുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഏജുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളെന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം പല വെറൈറ്റിയിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പം നമ്മൾ ഇന്ന് അത് ഷോർട്ട് കട്ടിലും അതുപോലെ തന്നെ ട്രഡീഷണൽ മെത്തേഡിലൊക്കെ നമ്മൾ ഇന്നത് ഡിസ്കസ് ചെയ്യാനായിട്ട് പോവുകയാണ് അല്ലേ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം, എക്ക് 42 വയസ്സും ബിക്ക് 16 വയസ്സും ഉണ്ട്. എത്ര വർഷം കഴിയുമ്പോൾ എയുടെ പ്രായം ബിയുടെ ഇരട്ടിയാകും എന്നാണ് ചോദിക്കുന്നത്. എത്ര വർഷം കഴിയുമ്പോൾ എയുടെ പ്രായം ബിയുടെ ഇരട്ടിയാകും എന്നാണ് ചോദിക്കുന്നത്. ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ ബിയുടെ ഇരട്ടിയാവണം ആരുടെ പ്രായം? എയുടെ പ്രായം എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു മെത്തേഡ് ഞാൻ പറയാം. ഈ മെത്തേഡ് നിങ്ങൾ സെറ്റ് ആവുമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ തന്നെ നമുക്ക് മുന്നോട്ട് പോവാം. ഇവിടെ ഒന്നുമില്ല, വേറെ ഒന്നുമില്ല. ഇവിടെ എക്ക് എത്ര വയസ്സാ? എക്ക് 42 വയസ്സാണ് എന്ന് നമുക്കറിയാം അല്ലേ. അപ്പോൾ ബിക്ക് എത്ര വയസ്സുണ്ട്? 16. എത്ര വർഷം കഴിയുമ്പോൾ ബിയുടെ വയസ്സിൻ്റെ ഇരട്ടി എക്ക് ആവുമെന്നാണ് ചോദിക്കുന്നത്. ബിക്ക് ഇപ്പം എത്ര വയസ്സ്? 16 വയസ്സ് അല്ലേ. ബിക്ക് എത്ര വയസ്സ്? ബിക്ക് 16 വയസ്സ്. 16ന്റെ ഇരട്ടി എത്രയാ? അത് 32 ആണ്. നമുക്ക് എന്ത് ചെയ്യാം, ഈ 16ന്റെ ഇരട്ടി 32 ഇതിൽ നിന്നും മൈനസ് ചെയ്ത് നോക്കാം. മൈനസ് ചെയ്ത് നോക്കിയപ്പോൾ നമുക്ക് എത്ര കിട്ടി? നമുക്ക് 10 എന്നാണ് കിട്ടിയത്. ഞാൻ പറയുന്നു ആൻസർ 10 ഇയർ ആണെന്ന് പറയുന്നു. 10 വർഷം ആകുമ്പോൾ എന്ത് ചെയ്യും? ഈ പറഞ്ഞ ഇൻസിഡൻറ്റ് സംഭവിക്കും. 10 വർഷം കഴിയുമ്പോൾ എക്ക് എത്ര വയസ്സാവും? എക്ക് ഇപ്പോൾ 42 വയസ്സ്. 10 വർഷം കഴിയുമ്പോൾ എക്ക് 52 വയസ്സാവും. ബിക്ക് ഇപ്പോൾ 16 വയസ്സ്. 10 വർഷം കഴിയുമ്പോൾ ബിക്ക് എത്ര വയസ്സാവും? 26 ആവും. 26ന്റെ ഇരട്ടിയല്ലേ 52. ഇതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താ നമ്മുടെ സ്റ്റെപ്പ്? നമ്മുടെ സ്റ്റെപ്പ് ഇത്രയേ ഉള്ളൂ. ആര് എന്താണ് ഇവിടെ സംഭവിച്ചത് നമുക്ക് നോക്കാം. നമ്മുടെ ക്വസ്റ്റ്യൻ പ്രകാരം എക്ക് ഇപ്പോൾ 42 വയസ്സും ബിക്ക് 16 വയസ്സും ഉണ്ട് എന്ന് പറയുന്നു. എത്ര വർഷം കഴിയുമ്പോൾ എയുടെ പ്രായം ബിയുടെ ഇരട്ടിയാകും? ബിയുടെ ഇരട്ടി ആരുടെ പ്രായമാകണം? എയുടെ പ്രായം ആകണം എന്ന് പറയുന്നു. എങ്കിൽ ഇത്രയേ ഉള്ളൂ. എക്ക് ഇപ്പോൾ എത്ര വയസ്സാ? 42 വയസ്സാ. അതിൽ നിന്ന് നമ്മൾ എന്താ കുറയ്ക്കേണ്ടത്? ബിയുടെ 16 വയസ്സിൻ്റെ ഇരട്ടി നമ്മൾ കുറയ്ക്കുക. അപ്പോൾ 42ൽ നിന്ന് 32 കുറച്ചപ്പോൾ നമുക്ക് 10 വർഷമെന്ന് കിട്ടി. 10 ഇയർ ആണ് ആൻസർ. 10 വർഷം കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന ഇൻസിഡൻറ്റ് ഇവിടെ സംഭവിക്കും എന്ന് പറയാം. സംഭവം ഈസിയാണ്, ഇത്രയേ ഉള്ളൂ. ക്ലിയർ ആണ്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോവാം. എക്ക് 50 വയസ്സും ബിക്ക് 18 വയസ്സുമുണ്ട്. എത്ര വർഷം കഴിയുമ്പോൾ എയുടെ പ്രായം ബിയുടെ ഇരട്ടിയാകും എന്നാണ് ചോദ്യം. നമ്മൾ നേരത്തെ ചെയ്ത അതേ സ്റ്റെപ്പ് തന്നെ ചെയ്താൽ മതി. 50 എഴുതി. 50ൽ നിന്ന് നമ്മൾ എന്ത് കുറയ്ക്കണം? 18ന്റെ ഇരട്ടി കുറയ്ക്കണം. അപ്പോൾ 50ൽ നിന്ന് നമ്മൾ 36 കുറയ്ക്കുന്നു. ഉത്തരം എത്രയെന്ന് കിട്ടി? 14 എന്ന് പറഞ്ഞു. 14 വർഷം കഴിയുമ്പോൾ ഇരട്ടിയാവും. നമുക്ക് നോക്കാം 14 വർഷം കഴിയുമ്പോൾ ഇരട്ടിയാവുമെന്ന്. 50 + 14 64 വയസ്സ് ആർക്ക്? എക്കും. അപ്പോൾ ബിക്ക് എത്ര വയസ്സാവും? 18 + 14 2 1 32. 32 ഇരട്ടിയല്ലേ 64. സെറ്റായില്ലേ? നമ്മൾ പഠിച്ചില്ലേ? പഠിച്ചു. അത്ര സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ഇനി നോക്ക്, PQR എന്നിവരുടെ വയസ്സുകളുടെ തുക 70 ആണ്. എത്ര വർഷം കഴിയുമ്പോൾ അവരുടെ വയസ്സുകളുടെ തുക 82 ആവും എന്നാണ് ചോദ്യം. അപ്പോൾ ഈ ചോദ്യം നമ്മൾ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം പറയാം. ഇത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കുക, എനിക്കൊരു വയസ്സ് കൂടുമെങ്കിൽ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും എന്ത് ചെയ്യും? ഒരു വയസ്സ് കൂടും അല്ലേ. എനിക്ക് 5 വയസ്സ് കൂടുമ്പോൾ നിങ്ങൾക്കും 5 വയസ്സ് കൂടും. ഇപ്പോൾ എൻ്റെയും എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന താങ്കളുടെയും വയസ്സിൻ്റെ തുക 40 ആണെന്ന് ചുമ്മാ വിചാരിച്ചോ. 40. 10 വർഷം കഴിയുമ്പോൾ എനിക്കും 10 വയസ്സ് കൂടും. എന്ത് ചെയ്യും? താങ്കൾക്കും 10 വയസ്സ് കൂടും, നിങ്ങൾക്കും 10 വയസ്സ് കൂടും. അപ്പം തുകയിൽ എത്ര വർധനവ് സംഭവിച്ചു? 10 വർഷം കഴിയുമ്പോൾ 2 പേരാണെങ്കിൽ 20ന്റെ വർധനവ് സംഭവിക്കും അല്ലേ. 10 വർഷം കഴിയുമ്പോഴത്തേക്ക് എന്താവും? തുക എന്തായി മാറും? എനിക്കും 10 വയസ്സ് വർദ്ധിച്ചു, താങ്കൾക്കും 10 വയസ്സ് വർദ്ധിച്ചു. എത്രയായി? 20 കൂടെ വർദ്ധിച്ചു. 60 വയസ്സാവും തുക. ആദ്യം 40 ആയിരുന്നു. 10 വർഷം കഴിയുമ്പോൾ എന്താവും? തുക 60 ആവും അല്ലേ. വയസ്സ് എല്ലാവർക്കും ഒരുപോലെ എന്ത് ചെയ്യുള്ളൂ? വർദ്ധിക്കുള്ളൂ. അതാണ് വയസ്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയും.
ഇപ്പോൾ എനിക്ക് വേറെ ഒന്നുമില്ല, എനിക്ക് 5 വയസ്സ് കുറയുമെങ്കിൽ നിങ്ങൾക്കും 5 വയസ്സ് കുറയും, എനിക്ക് 10 വയസ്സ് കൂടുമെങ്കിൽ നിങ്ങൾക്കും എന്ത് ചെയ്യും, 10 വയസ്സ് കൂടും. നമ്മൾ കള്ളം പറഞ്ഞാൽ ഓക്കെ പറ്റില്ല, നമ്മൾ സത്യസന്ധമായിട്ടാണെങ്കിൽ ഓക്കെ. എല്ലാവർക്കും ഒരുപോലെ എന്ത് ചെയ്യത്തുള്ളൂ, പ്രായം വർദ്ധിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം, ഇത്രയേ ഉള്ളൂ. PQR എന്നിവരുടെ വയസ്സിൻ്റെ തുക എത്രയാണ്? ഇപ്പോൾ 70 എത്ര വർഷം കഴിയുമ്പോൾ അവരുടെ വയസ്സിൻ്റെ തുകയാവും? അപ്പോൾ 70-ൽ നിന്ന് തുക 82 വർദ്ധിച്ചു. അതായത് എത്ര കൂടിക്കാണും? 12 കൂടിക്കാണും. ഈ 12 ഇവിടെ എത്ര പേരുണ്ട്? PQR 3 പേരുണ്ട്. 3 പേരല്ലേ? അപ്പോൾ 3 പേര്, അതായത് 70-ൽ നിന്ന് 12 വർദ്ധിച്ച് 82 എന്ന് പറഞ്ഞാൽ 12 ഇയർ ആണ് ഇവിടെ കൂടിയത്. അതായത് 12 ഇവിടെ സമ്മിൽ വ്യത്യാസം വന്നു. ഇത് എത്ര പേർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം? ഇവിടെ 3 പേരുണ്ടെങ്കിൽ 3 പേർക്ക് നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. എത്ര? 4 വർഷം. 4 വർഷം എന്നാണ് ആൻസർ. അപ്പോൾ PQRന്റെ വയസ്സിൻ്റെ തുക ഇപ്പോൾ 70 എത്ര വർഷം കഴിയുമ്പോൾ 82 ആവും. വ്യത്യാസം എടുത്തു, അവരെത്രയുണ്ടോ അവർക്ക് എന്ത് ചെയ്യണം? തുല്യമായി വീതിച്ചു കൊടുക്കണം. പിക്കും 4 വർഷം 4 കൂടും, ക്യൂവിനും 4 കൂടും, ആറിനും 4 കൂടും. അപ്പോഴാണ് എന്തായി മാറുന്നത്? 82 മാറുന്നത്. ക്ലിയർ ആണേ? യെസ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അനിത, അരുണിമ, അർച്ചന, അഖില 4 പേരുണ്ട്. അവരുടെ വയസ്സിൻ്റെ തുക 20 എത്ര വർഷം കഴിയുമ്പോൾ അവരുടെ വയസ്സിൻ്റെ തുക 110 ആകും എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ എത്ര പേരുണ്ട്? 4 പേരുണ്ടെന്നറിയാം. ഇപ്പം 90 അതെന്തായി മാറി? 110 മാറും. എത്ര കൂടി? 20 വർദ്ധിച്ചു. എത്ര പേരുണ്ട്? അവർ 4 പേരുണ്ട്. 4 പേർക്ക് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്തു. 5 ഇയർ എന്ന് ആൻസർ. 5 വർഷം കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഇവരുടെ വയസ്സിൻ്റെ തുക 110 ആവും. ഇത്രയേ ഉള്ളൂ. ഇവിടെ നിന്ന് എത്രയിലേക്കാണോ പോകുന്നത് വ്യത്യാസം എടുക്കുക, അവരെത്ര പേരുണ്ടോ അവർക്ക് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. ദാറ്റ്സ് ഓൾ. ഇത്രയേ ഉള്ളൂ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അനിത, അരുണിമ, അർച്ചന, അഖില എന്നിവരുടെ വയസ്സുകൾ 30, 20, 40, 50 എന്നാണ്. എത്ര വർഷം കഴിയുമ്പോൾ അവരുടെ വയസ്സിൻ്റെ തുക 164 ആവും? എന്ത് തന്നിട്ടില്ല? ഓരോരുത്തരുടെയും വയസ്സിൻ്റെ തുകയല്ല തന്നിരിക്കുന്നത്, ഓരോരുത്തരുടെയും വയസ്സ് തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? തുക കണ്ടുപിടിക്കാം. 30 + 20 + 40 + 50 അവരുടെ വയസ്സിൻ്റെ തുക എത്രയായി കാണും? 90, 110, 140, 140 അല്ലേ? 90, 110, 140. ഓക്കെ, ക്ലിയർ ആണല്ലോ? 140. ഓക്കെ, 140 എത്ര വർഷം കഴിയുമ്പോൾ 164 ആകും എന്നുള്ളതാണ് ചോദ്യം. വ്യത്യാസം എടുത്ത് നോക്കാം. 24. ഇവരെത്ര പേരുണ്ട്? അനിത, അരുണിമ, അർച്ചന, അഖില 4 പേരുണ്ട് അല്ലേ? ഇപ്പം നമ്മൾ എന്ത് ചെയ്യണം? 24നെ 4 ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്തു. 6 ഇയർ എന്ന് ആൻസർ. 6 വർഷമാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഏജുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ രീതിയിൽ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദ പ്രസന്റ് ഏജ് ഓഫ് എ ആൻഡ് ബി ആർ ഇൻ ദ റേഷ്യോ 3:4. 10 years ago this ratio was 4:7. The present age of A and B is dash എന്നാണ് നമ്മുടെ അടുത്ത് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ആദ്യം ഇത് 2 മെത്തേഡ് ഉണ്ട് നമുക്ക് ചെയ്യാൻ. ആദ്യത്തെ മെത്തേഡ് ഞാൻ പറയാം, നിങ്ങൾക്ക് സെറ്റ് ആണെങ്കിൽ നമുക്ക് ഇതിൽ തന്നെ പോവാം. ദ പ്രസന്റ് ഏജ് ഓഫ് എ ആൻഡ് ബി ഇൻ ദ റേഷ്യോ ഓഫ് 3:4. അപ്പോൾ 3:4 ആണ് ഇപ്പോൾ അവരുടെ വയസ്സിൻ്റെ അംശബന്ധം. 10 years ago 10 വർഷങ്ങൾക്ക് മുമ്പ് അവരുടെ വയസ്സിൻ്റെ അംശബന്ധം 4:7 ആണ്. 4:7 ആണ്. ഓക്കെ, 10 വർഷങ്ങൾക്ക് മുമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വയസ്സിൽ നിന്ന് 10 വയസ്സ് കുറഞ്ഞതാണ് ഇത്, അപ്പം -10. ഈ വയസ്സിൽ നിന്ന് 10 കുറഞ്ഞതാണ് ഇത്, -10. ഇത്ര എഴുതാൻ പറ്റൂ? വേറെ ഒന്നും ഞാൻ ചെയ്തില്ല. ഞാൻ എന്താ ചെയ്തത്? ഇപ്പം അവിടെ 3:4 എന്താണോ അവരുടെ ഇപ്പോഴത്തെ വയസ്സ് അതാണ് നമുക്ക് ആദ്യം വേണ്ടത്. അതുകൊണ്ട് അവരുടെ അംശബന്ധം 3:4 ആദ്യം എഴുതി. അതിനുശേഷം 4:7 എവിടെ നിന്ന് എടുത്തു? 10 വർഷത്തിന് മുമ്പ്, അതായത് ഈ വയസ്സിൽ നിന്ന് 10 കുറയുമ്പോഴാണ് ഇത് കിട്ടുന്നത്. ഓക്കെ, ഇത്രയും എഴുതി. അത് നമ്മൾ എന്ത് ചെയ്തു? നമ്മളെ ചോദ്യത്തിൽ നിന്ന് നമ്മൾ നോക്കി എഴുതിയ കാര്യമാണ്, വേറെ ഒന്നും ഞാൻ ചെയ്തില്ല. നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവാം. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. ഇവിടെ നിന്ന് ഇങ്ങോട്ട് എൻ്റെ ആരോ മാർക്ക് ശ്രദ്ധിക്കുക കേട്ടോ. ഈ 2 മൾട്ടിപ്ലിക്കേഷൻ നടത്തുക. 4 × 4 നമ്മൾ ചെയ്തു, നമുക്ക് 16 കിട്ടി. 4 × -10 ചെയ്തു, -40 കിട്ടി. എന്ത് ചെയ്തു?
നമ്മൾ ഇത്രയും നമ്മൾ പ്ലേസ് ചെയ്തു, വേറെ ഒന്നും ചെയ്തില്ല. നെക്സ്റ്റ് സ്റ്റെപ്പ്. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഇവിടെ നിന്ന് ഇങ്ങോട്ട് നേരത്തെ ചെയ്തതിൻ്റെ ഓപ്പോസിറ്റ്. 7 × 21 കിട്ടി, 7 × -10 -70 കിട്ടി. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ ചെയ്യുന്നത്? ഇതിൻ്റെ ഡിഫറൻസ് അത് നോക്കാം. ഇതിൻ്റെ ഡിഫറൻസ് എടുത്ത് നോക്കാം. വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക, അതാണ് നമ്മുടെ ഡിഫറൻസ്. വലുതിൽ നിന്ന് നമ്മൾ ചെറുത് കുറയ്ക്കുക. വലുത് 21, ഇത് നമ്മൾ മൈനസ് ചെയ്യുമ്പോൾ കിട്ടി 5 എന്ന് കിട്ടി അല്ലേ. 21 നിന്ന് 5 കുറയ്ക്കുമ്പോഴാണല്ലോ എന്ത് വരുന്നത്? 16 വരുന്നത്. ഓക്കെ, വ്യത്യാസം എടുത്തു. ഇനി ഇതിൻ്റെ വ്യത്യാസം എടുക്കണം. വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ കുറയ്ക്കണം. വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ വലിയ നമ്പർ -40. -40യിൽ നിന്ന് എന്ത് കുറയ്ക്കുക? -70 കുറയ്ക്കുക. അപ്പോൾ -40 + 70 സമം എന്ത് കിട്ടും? 30 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ എത്ര എന്ന് കിട്ടി? 30 എന്ന് കിട്ടി. അപ്പോൾ എന്താ ഇതിൻ്റെ പ്രത്യേകം നമുക്ക് നോക്കാം. 5 യൂണിറ്റ് ആണ് 30. അതായത് ഇവിടെ കിട്ടിയ 5 ആണ് ഈ കാണുന്ന 30. അപ്പോൾ 5 യൂണിറ്റ് 30 ആണ് എങ്കിൽ 1 യൂണിറ്റ് 6 ആയിരിക്കും അല്ലേ. 30, 5 ചക്കയ്ക്ക് 30 രൂപയെങ്കിൽ 1 ചക്കയ്ക്ക് എത്ര ആയിരിക്കും? 6 ആയിരിക്കും. ഇനി നമുക്ക് പ്രസന്റ് ഏജ്, അവരുടെ ഇപ്പോഴത്തെ വയസ്സൊന്ന് ജസ്റ്റ് കണ്ടുപിടിച്ച് നോക്കാം. ആദ്യം ഇത് എ അല്ലേ, ഇത് എ ആണ്, ഇത് ബി ആണ് അല്ലേ. എയുടെ വയസ്സ് കണ്ടുപിടിക്കാം. എക്ക് ഇപ്പം എത്ര? 3 യൂണിറ്റാ. 1 യൂണിറ്റ് എത്രയെന്ന് അറിയാം? 6. 3 × 6 = 18 ഇയേഴ്സ്. എക്ക് എത്ര വയസ്സ്? 18 വയസ്സ്. ഇനി ബിക്ക് എത്ര വയസ്സ്? ബിക്ക് കണ്ടുപിടിക്കാൻ ഇത്രയേ ഉള്ളൂ. 4 × 6 24 വയസ്സ്. എയുടെ വയസ്സും ബിയുടെയും ഇപ്പോഴത്തെ വയസ്സ് കിട്ടി. 10 വർഷം മുമ്പ് അവരുടെ വയസ്സ് എത്രയായിരിക്കും? 8ഉം 14ഉം. നമുക്ക് 4:7 നോക്കാം, വെട്ടി ചെറുതാക്കി നോക്കാം. ഇവിടെ 4ഉം വന്നു, ഇവിടെ എന്തും വന്നു? 7ഉം വന്നു. അപ്പോൾ ഉത്തരം ശരി തന്നെയാണ്. ഞാൻ വെറുതെ നോക്കിയതാണ്, ആൻസർ ശരിയാണോ നോക്കിയതാണ്. ഇതാണ് ഒരു മെത്തേഡ്. അപ്പോൾ ഈ മെത്തേഡിലാണെങ്കിൽ ഈ മെത്തേഡിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ കൂടിയെന്ന് പറഞ്ഞാലോ കുറഞ്ഞെന്ന് പറഞ്ഞാലോ ഒന്നാമത്തെ സംഖ്യയോട് 10 കുറഞ്ഞെന്നും രണ്ടാമത്തെ സംഖ്യയോട് 20 കുറഞ്ഞെന്നും, ഇനി ഒന്നാമത്തെ സംഖ്യയോട് 30 കൂടിയെന്നും രണ്ടാമത്തെ സംഖ്യയോട് 40 കൂടി, അങ്ങനെ വ്യത്യാസം ഉള്ള നമ്പേഴ്സ് ആണെങ്കിലും ഈ മെത്തേഡിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ്റെ മിക്കവാറും ക്വസ്റ്റ്യൻസ് നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റും. ഇനി അടുത്ത മെത്തേഡ് നോക്കാം. ഇത് ഏജുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് മാത്രമേ നിങ്ങൾ ഇതിൽ ചെയ്യാവൂ. എൻ്റെ ഈ അടുത്ത മെത്തേഡിൽ നിങ്ങൾ ഏജുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് മാത്രമേ ചെയ്യാവൂ. അല്ലെങ്കിൽ ഒരു കോമൺ നമ്പർ ആയിരിക്കണം 2 സ്ഥലത്തും ആഡ് ആയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യത്തെ റേഷ്യോ 3:4, 3:4 എഴുതി. ഇനി രണ്ടിനോടും എന്താണ്? 10 കുറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിവിടെ എന്ത് എഴുതി? 10 എഴുതി വെച്ചു. ഓക്കെ, 10 വർഷത്തിന് മുമ്പാണ്, 10 ആണ് വ്യത്യാസം. എന്ത് കിട്ടി? 4:7 ആയി മാറി. ഇതാരുടെ വയസ്സ്? ഇത് എയുടെ വയസ്സും ഇത് ബിയുടെ വയസ്സുമാണേ. എയുടെ പ്രസന്റ് ഏജ് ആണ് ഇത്. ഇത് 10 വർഷങ്ങൾക്ക് മുമ്പുള്ളതുമാണ് തന്നല്ലോ. ഇത്രയും ക്ലിയർ ആണ്. എയുടെ ഇപ്പോഴത്തെ വയസ്സ് കണ്ടുപിടിക്കാൻ, എയുടെ വയസ്സാണ് കണ്ടുപിടിക്കുന്നത്, പ്രസന്റ് ഏജ് ആണ് കണ്ടുപിടിക്കുന്നത്. ആ 3 യൂണിറ്റ് എഴുതുക ആദ്യം. ഇനി എത്രയാ ഇവിടെ കൂടിയിരിക്കുന്നത്? അത് 10 ആണ് കൂടിയിരിക്കുന്നത്, 10 എഴുതുക. ഓക്കെ, ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്, ഒരു സ്റ്റെപ്പും കൂടെ ഉണ്ട്. പരിഗണിക്കാത്ത അംശബന്ധം. ഇപ്പോൾ ഇത് 3:4, ഇതിൽ നിന്ന് 3 എടുത്തു, പക്ഷെ 4:7 നിന്ന് ഒന്നും എടുത്തിട്ടില്ല. അതുകൊണ്ട് അതിൻ്റെ വ്യത്യാസം, പരിഗണിക്കാത്ത അംശബന്ധത്തിൻ്റെ വ്യത്യാസം 3 ആണ്. അതും കൂടി എഴുതുക. ഇത്രയും ഓക്കെ ആണോ നോക്കുക. എന്തൊക്കെയാണ് നമ്മൾ ചെയ്തത്? എയുടെ ഇപ്പോഴത്തെ വയസ്സ് കണ്ടുപിടിക്കാൻ എയുടെ ഇപ്പോഴത്തെ അംശബന്ധം എഴുതി. ഈ 10 എവിടെ നിന്നാണ് വന്നത്? 10 ആണ് ആഡ് ചെയ്തിരിക്കുന്നത്, ആ 10 എഴുതി. ഇനി ഇവയുടെ വ്യത്യാസം 3 ആണ് എഴുതി. എന്താണ്? പരിഗണിക്കാത്ത അംശബന്ധത്തിൻ്റെ വ്യത്യാസം 3 ആണ്, അത് നമ്മൾ എഴുതി. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിലേക്കാണ് പോകുന്നത്. നോക്കുക, ഒരു സ്റ്റെപ്പും കൂടെ ഉള്ളൂ. ഞാൻ ഇതിനൊരു ഛേദം കൂടി വരും. എന്താ ഛേദം എന്ന് നമുക്ക് നോക്കാം. ഇവിടെ നിന്ന് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 7 3 21. ഇവിടെ നിന്ന് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം 16. ഇതിൻ്റെ വ്യത്യാസം എന്തേ എടുക്കാവൂ? വ്യത്യാസമേ എടുക്കാവൂ. ഒരു കാരണവശാലും നെഗറ്റീവ് എടുക്കരുത്. വ്യത്യാസം എത്ര എന്ന് കിട്ടി? 5 എന്ന് കിട്ടി. 5 ആണ് വ്യത്യാസം. ഈ 5 ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ ഭാഗിക്കുന്നു. നോക്കാം, 5 വെട്ടിപ്പോയി 2, 2 3 6, 6 3 18. എയുടെ വയസ്സ് എത്രയെന്ന് കിട്ടി? 18 എന്ന് കിട്ടി. ഇതേ മെത്തേഡ് തന്നെ ബിയുടെ വയസ്സും കൂടെ കണ്ടുപിടിച്ച് നോക്കാം. ഇതേ മെത്തേഡിൽ തന്നെ നമുക്ക് എന്ത്? ബിയുടെ വയസ്സും കൂടെ കണ്ടുപിടിക്കാം. ബിയുടെ വയസ്സ് കണ്ടുപിടിക്കാൻ ഇത്രയേ ഉള്ളൂ. ബിയുടെ ഇപ്പോഴത്തെ വയസ്സ് എത്ര? 4.
4 ബിയുടെ വയസ്സ് കണ്ടുപിടിക്കാൻ പോകുന്നു. 4 എഴുതി, ഇൻറ്റു ഇട്ടു. എത്രയാണ് ഇവിടെ? 10 വർഷമാണ് ഗ്യാപ്പ്. പരിഗണിക്കാത്ത അംശബന്ധത്തിന്റെ വ്യത്യാസം 3. എപ്പോഴും ഛേദം ക്രോസ് മൾട്ടിപ്ലിക്കേഷന്റെ ഡിഫറൻസ് ആയ 5 ക്യാൻസൽ ചെയ്യുന്നു. 2 24 8 8 3 24 ബിയുടെ വയസ്സ്. ഇവിടെ ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ് ഇവിടെയും ചെയ്തിരിക്കുന്നത്. പക്ഷേ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് എന്നുള്ളത് മാര്യം. നിങ്ങൾക്ക് ഇത് രണ്ടും പഠിക്കാം. ഇഷ്ടപ്പെട്ടത് നിങ്ങൾ പഠിച്ചു വെച്ചോ. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് കോഴ്സിലേക്ക് പോവാം. നെക്സ്റ്റ് കോഴ്സിലേക്ക് ഇനി കുറച്ച് ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നിങ്ങൾ സെറ്റാവും. ഇന്ന് എയുടെ വയസ്സ് ബിയുടെ വയസ്സിൻ്റെ 5 മടങ്ങ്. എന്നാൽ 3 വർഷം കഴിയുമ്പോൾ എയുടെ വയസ്സ് ബിയുടെ വയസ്സിന് 4 മടങ്ങാവും. എങ്കിൽ അവരുടെ ഇപ്പോഴത്തെ വയസ്സ് എത്ര? ഇനി മടങ്ങ്, ഇരട്ടി, പകുതി എന്നൊക്കെ പറയണമെന്ന് വിചാരിച്ചോ. ഇപ്പോൾ എയുടെ വയസ്സ് ബിയുടെ വയസ്സിൻ്റെ 5 മടങ്ങ്. ബിയുടെ വയസ്സിൻ്റെ 5 മടങ്ങാണ് എയുടെ വയസ്സ്. അപ്പോൾ ലെറ്റസ് കൺസിഡർ ആരെയാണോ ബേസ് ചെയ്ത് അടിസ്ഥാനപ്പെടുത്തി പറയുന്നത് അവന് 1 വയസ്സെടുക്കുക. ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. ഇപ്പോൾ എയുടെ വയസ്സ് ബിയുടെ വയസ്സിൻ്റെ 5 മടങ്ങ്. അപ്പോൾ ബിയുടെ വയസ്സിൻ്റെ 5 മടങ്ങാണ് ആരുടെ വയസ്സ്? എയുടെ വയസ്സ്. അപ്പോൾ സോ ലെറ്റസ് കൺസിഡർ ദ ബീസ് ഏജ് ഈസ് 1 ആൻഡ് എ's ഏജ് ഈസ് 5. ഓക്കെ, അപ്പോൾ എന്താണ് ഫസ്റ്റ് വീണ്ടും? അപ്പോൾ എ ഉണ്ട്, ബി ഉണ്ട്. അവരുടെ വയസ്സ് എങ്ങനെ കിട്ടി നമുക്ക്? എയുടെ വയസ്സിനെ ഞാൻ എന്തെന്ന് എടുത്തു? എയുടെ വയസ്സ് ബിയുടെ വയസ്സിനെ 1 എടുത്തു, എയുടെ വയസ്സിനെ 5 എടുത്തു. കഴിഞ്ഞു. ഇനി എന്താണ്? വയസ്സിൻ്റെ 5 മടങ്ങാണ്. എന്നാൽ 3 വർഷം കഴിയുമ്പോൾ ആഫ്റ്റർ 3 ഇയേഴ്സ്, 3 വർഷം കഴിഞ്ഞു, ആഫ്റ്റർ 3 ഇയേഴ്സ് എന്ത് സംഭവിക്കും? എയുടെ വയസ്സ് ബിയുടെ വയസ്സിൻ്റെ 4 മടങ്ങ്. ബിയുടെ വയസ്സ് വീണ്ടും എന്ത് തന്നെയാണ്? ബിക്ക് 1 വയസ്സ്, എക്ക് 4 വയസ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ചോദ്യം. ഇന്ന് എയുടെയും ബിയുടെയും വയസ്സിൻ്റെ അംശബന്ധം 5:1. 3 വർഷം കഴിയുമ്പോൾ അവരുടെ വയസ്സിൻ്റെ അംശബന്ധം 4:1. അവരുടെ ഇപ്പോഴത്തെ വയസ്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഇപ്പോഴത്തെ വയസ്സിൻ്റെ അംശബന്ധം എ ഉണ്ട്, ബി ഉണ്ട്. എന്താ അവരുടെ വയസ്സിൻ്റെ അംശബന്ധം? 5 1. അതെന്തായി? 4 1 ആയി. എന്ത് സംഭവിച്ചപ്പോൾ? ഇവിടെയും 3 കൂടി, ഇവിടെയും 3 കൂടി. നമ്മളെ സ്റ്റെപ്പ് മറക്കണ്ട. ഇത് നമ്മൾ എഴുതി കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റെപ്പ് നമ്മൾ നേരത്തെ പറഞ്ഞ അതേ സ്റ്റെപ്പ് നമ്മൾ ഫോളോ ചെയ്താൽ മതി. എവിടെ നിന്ന് ഇങ്ങോട്ട്? ഇവിടെ നിന്ന് ഇങ്ങോട്ട്, ഇവിടെ നിന്ന് ഇങ്ങോട്ട്. 1 × 3 3, 1 × 5 5. ഓക്കെ, ദെൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട്, ഇവിടെ നിന്ന് ഇങ്ങോട്ട്. 4 4 കിട്ടി. 4 × 3 12. വ്യത്യാസം എടുക്കുന്നു 9. വ്യത്യാസം എടുക്കുന്നു 1. 1 യൂണിറ്റ് എന്ന് പറയുന്നത് 9. 1 യൂണിറ്റ് ഡയറക്റ്റ് തന്നെ കിട്ടി. 1 യൂണിറ്റ് 9 എന്ന് കിട്ടി. അപ്പോൾ എയുടെ വയസ്സ് 5 × 9 = 45 എയുടെ വയസ്സ്. ബിയുടെ വയസ്സ് 1 × 9 എത്ര വയസ്സ്? 9 വയസ്സ്. എയുടെ വയസ്സും കിട്ടി, ബിയുടെ വയസ്സും കിട്ടി. ഓക്കെ, മെത്തേഡ് ക്ലിയർ ആണോ നോക്കിക്കൊള്ളുക. ഇനി നോക്ക്. ഇനി മറ്റേ മെത്തേഡിൽ എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞ മെത്തേഡാണെങ്കിൽ എന്തായിരിക്കും? 5 4 3 കൂടി 4 5 4 അല്ല, തെറ്റിപ്പോയി. 5 1 5 1 4 1. ഓക്കെ, എന്തായിരിക്കും? 3 ആണ് കൂടിയത് അല്ലേ? എന്ത് ചെയ്യാം? എയുടെ വയസ്സ് മാത്രം കണ്ടുപിടിക്കാം. എയുടെ വയസ്സ് നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ എയുടെ വയസ്സ് 5 എന്നെഴുതി. എത്ര വർഷം? 3 വർഷം. പരിഗണിക്കാത്ത അംശത്തിൻ്റെ വ്യത്യാസം 3. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ്റെ വ്യത്യാസം 5 4. വ്യത്യാസം 1 തന്നെയാണ്. അപ്പോൾ ആൻസർ 5 × 3 15. 15 × 3 45 വയസ്സാണ് എയുടെ വയസ്സ്. ബിയുടെ ആണെങ്കിൽ എന്തായിരിക്കും? ബിയുടെ അംശബന്ധം 1 ആണ്. ബാക്കി 3 3 1. എത്രയെന്ന് കിട്ടി? 9 വയസ്സെന്ന് കിട്ടി. കണ്ടോ? ചെയ്യാൻ പറ്റും. ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ആ മെത്തേഡ് ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ? നല്ല രീതിയിൽ നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് കോഴ്സിലേക്ക് പോവാം. ഇന്ന് എയുടെ വയസ്സ് ബിയുടെ വയസ്സിൻ്റെ 4 മടങ്ങാണ്. 10 വർഷം കഴിയുമ്പോൾ എയുടെയും ബിയുടെയും വയസ്സിൻ്റെ അംശബന്ധം 2:1 ആകും. എങ്കിൽ അവരുടെ ഇപ്പോഴത്തെ വയസ്സ് എത്ര? ഇന്ന് എയുടെ വയസ്സ് ബിയുടെ വയസ്സിൻ്റെ 4 മടങ്ങ്. എയുടെ വയസ്സ് ബിയുടെ വയസ്സിൻ്റെ 4 മടങ്ങ്. അപ്പോൾ എന്ത് ചെയ്യും? എക്ക് ബിക്ക് 1 വയസ്സ്, എക്ക് എത്ര വയസ്സ്? 4 വയസ്സ്. 10 വർഷം കഴിയുമ്പോൾ ആഫ്റ്റർ 10 ഇയേഴ്സ്, 10 വർഷം കഴിഞ്ഞു. അപ്പോൾ 10 വയസ്സ് കൂടും അല്ലേ? 10 വയസ്സ് കൂടും. 10 വർഷം കഴിയുമ്പോൾ 10 വയസ്സ് കൂടും. എത്രയെന്നാവും? 10 വർഷം കഴിയുമ്പോൾ 2:1 ആവും അല്ലേ? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. എന്താണ്? നമ്മൾ ആദ്യത്തെ മെത്തേഡിൽ നമ്മൾ പ്രോബ്ലം ചെയ്യും. എങ്ങനെ? 4 1
2 1 ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ 10 കൂടി 2 പേർക്കും 10 വയസ്സ് കൂടുകയാണ് ചെയ്തത് അല്ലേ 2 പേർക്കും കൂടി 10 വയസ്സ് കൂടി അപ്പോൾ എന്ത് കിട്ടി നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇൻറ്റു ചെയ്തു ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇൻറ്റു ചെയ്തു ഇവിടെ നമുക്ക് 20 ഇവിടെ നമുക്ക് 2 ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇൻറ്റു ചെയ്തു 4 ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇൻറ്റു ചെയ്തു എത്ര 10 അപ്പോൾ നോക്കാം ഡിഫറൻസ് എടുത്തപ്പോൾ 2 എന്ന് കിട്ടി 2 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 10 ആണ് അപ്പോൾ 2 യൂണിറ്റ് ഈക്വൽ ടു 10 ആണെങ്കിൽ 1 യൂണിറ്റ് ഈക്വൽ ടു 5 അപ്പോൾ എയുടെ വയസ്സ് എത്ര 1 × 5 ഇയേഴ്സ് എന്നും ബിയുടെ വയസ്സ് എത്രയെന്ന് കിട്ടും 4 × 5 എത്ര 20 ആണെന്ന് കിട്ടും എയുടെ വയസ്സും കിട്ടി ബിയുടെ വയസ്സും കിട്ടി എങ്കിൽ നമ്മുടെ മറ്റേ മെത്തേഡ് ആണെങ്കിൽ എങ്ങനെയായിരിക്കും നമ്മൾ ചെയ്യുന്നത് വളരെ പെട്ടെന്ന് മറ്റേ മെത്തേഡ് ആയിരിക്കും എങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും ചെയ്യുന്നത് 4 1 10 കൂടി അല്ലേ എന്തായി അത് 2 1 ആയി ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ കണ്ടുപിടിക്കാം 2 4 2 ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത് 1 ഇത്ര ഒന്നല്ല 2 2 ആദ്യം എയുടെ വയസ്സ് കണ്ടുപിടിക്കാം 4 എഴുതി 10 ആണ് എഴുതി പരിഗണിക്കാത്ത അംശബന്ധത്തിൻ്റെ വ്യത്യാസം 1 ആണ് ബൈ വ്യത്യാസം 5 എത്ര 20 ആണ് ആരുടെ വയസ്സ് എയുടെ വയസ്സ് ബിയുടെ വയസ്സ് എന്തായിരിക്കും ബിയുടെ വയസ്സ് 1 ആണ് അല്ലേ 1 × 10 × 1/2 എത്ര വയസ്സ് 5 ആണെന്നും കിട്ടും എയുടെയും ബിയുടെയും വയസ്സ് കിട്ടും ഇത്രയേ ഉള്ളൂ രണ്ട് മെത്തേഡിലും നമുക്ക് ചെയ്യാം ഓക്കെ നോക്കാം ഇന്ന് എയുടെയും ബിയുടെയും വയസ്സിൻ്റെ അംശബന്ധം 3:4 ആണ് 9 വർഷങ്ങൾക്ക് മുന്നേ എയുടെയും ബിയുടെയും വയസ്സിൻ്റെ അംശബന്ധം 3:5 ആയിരുന്നു എങ്കിൽ അവരുടെ ഇപ്പോഴത്തെ വയസ്സ് എത്ര നോക്കാം എങ്ങനെയായിരിക്കും നമ്മൾ ചെയ്യുന്നത് എയുടെയും ബിയുടെയും വയസ്സിൻ്റെ അംശബന്ധം ഡയറക്റ്റ് തന്നല്ലേ അപ്പോൾ എ ഉണ്ട് ബി ഉണ്ട് അവരുടെ വയസ്സിൻ്റെ അംശബന്ധം എത്രയും നമുക്ക് തന്നിട്ടുണ്ട് നമുക്ക് എഴുതാം അല്ലേ അവരുടെ വയസ്സിൻ്റെ അംശബന്ധം തന്നിരിക്കുന്നത് 3 4 എഴുതി അത് പിന്നെ എന്ത് സംഭവിച്ചു 9 വർഷങ്ങൾക്ക് മുന്നേ അപ്പോൾ ഇതിനെക്കാട്ടി 9 വയസ്സ് കുറയണ അംശബന്ധമാണ് ഏത് 3:5 അപ്പോൾ എന്ത് ചെയ്യണം ഇവിടെയും 9 കുറയണം ഇവിടെയും 9 കുറയണം എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവാം അല്ലേ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തുവാ നമ്മൾ ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യും ഇവിടെ നിന്ന് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യും ഇവിടെ നിന്ന് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യും ഇവിടെ നിന്ന് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 3 4 12 എന്ന് കിട്ടി ഇവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -27 ആണ് വരുന്നത് -27 ആണ് വരുന്നത് ഓക്കെ ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ത് ചെയ്യാം ഇവിടെ നിന്ന് ഇങ്ങോട്ടും നമുക്ക് മൾട്ടിപ്ലൈ അല്ലേ ഇവിടെ എന്ത് കിട്ടും 15 എന്ന് വരും ഇവിടെ നിന്ന് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും ഇവിടെ നിന്ന് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -45 ആണ് വരുന്നത് -45 നമുക്ക് എന്ത് ചെയ്യാം ഡിഫറൻസ് എടുക്കാം അല്ലേ ഡിഫറൻസ് എത്ര കിട്ടും 3 യൂണിറ്റ് എന്നാണ് കിട്ടുന്നത് ഡിഫറൻസ് എത്രയെന്ന് കിട്ടും 3 യൂണിറ്റ് ഈ 3 യൂണിറ്റ് അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്യണം ഡിഫറൻസ് എടുക്കണം വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ കുറയ്ക്കാം വലിയ നമ്പർ -27 -45 അല്ലേ നോക്കാം -27 + 45 നമ്മൾ ചെയ്യുന്നു ഡിഫറൻസ് എടുക്കുമ്പോൾ 45-ൽ നിന്ന് എന്ത് കുറയ്ക്കുക 27 കുറയ്ക്കുക 45-ൽ നിന്ന് 27 കുറയ്ക്കുമ്പോൾ 15 8 എന്ന് കിട്ടും ഇവിടെ 3 18 ആണ് 18 എന്ന് കിട്ടി എന്ത് ഇവിടെ ഡി 3 യൂണിറ്റ് ആണ് 18 3 യൂണിറ്റ് 18 ആണെങ്കിൽ 1 യൂണിറ്റ് എത്രയെന്ന് കിട്ടി 6 എന്ന് കിട്ടി അങ്ങനെയാണെങ്കിൽ എയുടെ വയസ്സ് എത്രയായിരിക്കും 3 × 6 18 വയസ്സ് ആക്ക് എക്കും അടുത്ത ബിക്ക് എത്ര വയസ്സായിരിക്കും ബി എങ്കിൽ അവരുടെ ഇപ്പോഴത്തെ വയസ്സാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ ഇപ്പോഴത്തെ വയസ്സാണെങ്കിൽ എന്തായിരിക്കും നമുക്ക് 4 × 6 24 എന്നും പറയാം എയുടെയും ബിയുടെയും വയസ്സ് കിട്ടി നമ്മുടെ മറ്റേ മെത്തേഡാണെങ്കിൽ എങ്ങനെയായിരിക്കും നമ്മൾ ചെയ്യുന്നത് മറ്റേ മെത്തേഡാണെങ്കിൽ നോക്കാം 3 4 3 5 എത്ര വർഷം 9 വർഷം ഇവിടെ നമ്മൾ നെഗറ്റീവ് ഒന്നും എടുക്കണ്ട നമ്മൾ എന്ത് ചെയ്താൽ മതി ഡയറക്റ്റ് ആയിട്ട് ചെയ്ത് കൊടുത്താൽ മതി നോക്കാം എന്ത് കിട്ടും നമുക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ 15 12 വ്യത്യാസം 3 നോക്കാം എയുടെ ഇപ്പോഴത്തെ വയസ്സാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ 3 × 9 ആണ് ഗ്യാപ്പ് പരിഗണിക്കാത്ത അംശബന്ധത്തിൻ്റെ വ്യത്യാസം 2 3 എടുത്തോണം എഴുതി വെച്ചോണം കേട്ടോ 3 എവിടെ നിന്ന് വന്നു ഇത് എവിടെ നിന്ന് വന്നു ഇവിടെ നിന്ന് വന്നു എന്നുള്ളത് എഴുതി വെച്ചോണം മറന്നു പോകരുത് ബൈ ഛേദം കിട്ടി 3 3 ക്യാൻസൽ 18 വയസ്സ് എക്ക് അപ്പോൾ ബിയുടെയും കൂടെ കണ്ടുപിടിക്കാം ബിക്ക് എത്ര വയസ്സ് 4 വയസ്സ് 4 × 9 × 2/3 വെട്ടിപ്പോയപ്പോൾ 3 3 4 12 24 വയസ്സ് കണ്ടോ എയുടെയും കിട്ടി ബിയുടെയും കിട്ടി അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ക്ലാസ് കണ്ടിട്ട് എന്ത് ചെയ്യണം നിങ്ങൾ താഴെ കമൻറ്റ് രേഖപ്പെടുത്തണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഡൽ ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഇതാണോ എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ കൃത്യമായിട്ട് കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം ഓക്കെ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോയാലോ
ഇന്ന് അച്ഛൻ്റെ വയസ്സ് മകൻ്റെ വയസ്സിൻ്റെ 3 മടങ്ങാണ്. എന്നാൽ 5 വർഷങ്ങൾക്ക് മുന്നേ മകൻ്റെ വയസ്സിൻ്റെ 4 മടങ്ങായിരുന്നു എങ്കിൽ അച്ഛൻ്റെ ഇപ്പോഴത്തെ വയസ്സ് എത്ര എന്നാണ് ചോദ്യം. അപ്പോൾ ഇന്ന് അച്ഛൻ്റെ വയസ്സ് മകൻ്റെ വയസ്സിൻ്റെ 3 മടങ്ങാണ്. ഇന്ന് അച്ഛൻ്റെ വയസ്സ് മകൻ്റെ വയസ്സിൻ്റെ 3 മടങ്ങാണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ അച്ഛനും ഉണ്ട് മകനും ഉണ്ട് അല്ലേ? ഫാദർ ആൻഡ് സൺ. ഇത് ഞാൻ ഒരു മോഡലേ ചെയ്യുള്ളൂ. രണ്ടാമത്തെ മോഡൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. പഠിക്കുമ്പോൾ എന്ത് ചെയ്യും? ഒരെണ്ണേ പഠിക്കാവൂ. ഒന്നുകിൽ ആദ്യത്തെ മോഡൽ ഇല്ലെങ്കിൽ രണ്ടാമത്തെ മോഡൽ. ഏതെങ്കിലും ഒരെണ്ണം മാത്രം പഠിക്കുക. ഏത് പഠിക്കണമെന്നും ഞാൻ പറയില്ല, നിങ്ങൾക്ക് കംഫർട്ടായിട്ടുള്ള പഠിക്കാം. ഓക്കെ, രണ്ടിൻ്റെയും പ്രത്യേകതകൾ ഞാൻ പറഞ്ഞു. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെത്തേഡ് പഠിക്കാം. പഠിക്കുമ്പോൾ ഒറ്റ കാര്യം ഞാൻ പറയുന്നുള്ളൂ, മറന്നു പോകരുത്. ഒരു മെത്തേഡ് 2 മെത്തേഡായാലും നമ്മൾ എന്ത് ചെയ്യരുത്? നമ്മൾ മറന്നു പോകരുത്. കാര്യം എന്താണ്? നമ്മൾ ട്രഡീഷണൽ മെത്തേഡ് അല്ല നമ്മൾ പഠിക്കുന്നത്. നമ്മളെന്താണ്? പുതിയൊരു മെത്തേഡ് പഠിക്കുന്നത് കൊണ്ട് മറക്കരുത്. ഓക്കെ, അച്ഛനും ഉണ്ട് മകൻ അല്ലേ? അപ്പോൾ നമ്മൾ ചോദ്യത്തിൽ നിന്ന് മകൻ 1 വയസ്സെന്നും അച്ഛൻ എത്ര വയസ്സെന്നും 3 വയസ്സെന്നും പറയാം എന്നായിരുന്നു. ഇത് പ്രസന്റ് ആണ് കേട്ടോ, ഇപ്പോൾ സംഭവിച്ചതാണേ. ഇനി എന്നാൽ 5 വർഷങ്ങൾക്ക് മുന്നേ, 5 വർഷങ്ങൾക്ക് ബിഫോർ 5 ഇയേഴ്സ് 5 വർഷങ്ങൾക്ക് മുന്നേ മകൻ്റെ വയസ്സിൻ്റെ 4 മടങ്ങായിരുന്നു. അതായത് എന്താണ്? മകൻ 1 വയസ്സ്, അച്ഛന് 4 വയസ്സ്. അപ്പോൾ 5 വർഷങ്ങൾക്ക് മുമ്പാണ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ എന്ത് ചെയ്യണം? 5 കുറയ്ക്കണം. 5 കുറച്ചാലേ പറ്റൂ അല്ലേ? ഞാൻ ഈ ഒരൊറ്റ മെത്തേഡിൽ ഞാൻ ചെയ്യുള്ളൂ. രണ്ടാമത്തെ മെത്തേഡിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെത്തേഡിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ പ്രോബ്ലം ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് ഏതാണോ കംഫർട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? അതിൽ നിങ്ങൾ പ്രോബ്ലം ചെയ്ത് പഠിക്കണം. ഓക്കെ, എന്ത് ചെയ്യാം? ഞാൻ മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെ നിന്ന് ഇങ്ങോട്ട്, ഇവിടെ നിന്ന് ഇങ്ങോട്ട്. ഇവിടെ -20 വന്നു, ഇവിടെ -5 വന്നു. ക്ലിയർ ആണ്? എല്ലാവർക്കും ചെയ്യാൻ അറിയാം. ഓക്കെ, ഇവിടെ ഇങ്ങോട്ട് ഇൻഡ് ചെയ്തപ്പോൾ 3, ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇൻഡ് ചെയ്തു 4 അല്ലേ? ക്ലിയർ? ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇൻഡ് ചെയ്ത് എഴുതി, ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇൻഡ് എഴുതി, ഇവിടെ നിന്ന് ഇങ്ങോട്ട് എഴുതി, ഇവിടെ നിന്ന് ഇങ്ങോട്ട് എഴുതി. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇതിൻ്റെ വ്യത്യാസം എടുത്ത് 1 -20 -5. അപ്പോൾ -5ൽ നിന്ന് എന്ത് ചെയ്യും? +20 ആക്കും. അപ്പോൾ എന്ത് കിട്ടും? ഡിഫറൻസ് എന്ന് പറയുന്നത് 15 എന്ന് വരും. 1 യൂണിറ്റ് ഈക്വൽ ടു 15. എത്ര വയസ്സ് മകന്? 1 × 15 15 വയസ്സ് മകനും. രണ്ടാമത് എന്താണ്? അച്ഛന് വയസ്സ് 3 × 15 എത്ര വയസ്സ്? 45 വയസ്സ്. വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 5 വർഷങ്ങൾക്ക് മുമ്പുള്ള റേഷ്യോ വേണമെങ്കിൽ എടുത്തു നോക്കാം. 5 വർഷങ്ങൾക്ക് മുമ്പ് ഫാദർ ആൻഡ് സൺ. ഫാദറിന് എത്ര വയസ്സായിരുന്നു? ഇപ്പം 45 എങ്കിൽ 5 വർഷത്തിന് മുമ്പ് 40 വയസ്സും മകൻ എത്ര വയസ്സായിരിക്കും? അത് 10 വയസ്സായിരിക്കും. എന്ത് തന്നെയാണ് റേഷ്യോ? 4:1 തന്നെയാണ്. കണ്ടോ? ക്ലിയർ ആയില്ലേ? സെറ്റായില്ലേ? നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോയാലോ? ഇന്ന് എയുടെ വയസ്സ് ബിയുടെ വയസ്സിൻ്റെ ഇരട്ടിയാണ്. എന്നാൽ 8 വർഷങ്ങൾക്ക് മുന്നേ എയുടെ വയസ്സ് ബിയുടെ വയസ്സിൻ്റെ 4 മടങ്ങായിരുന്നു. ഇന്ന് എയുടെ വയസ്സ് ബിയുടെ വയസ്സിൻ്റെ ഇരട്ടി. അപ്പോൾ ബിക്ക് 1 വയസ്സ്, എക്ക് എത്ര വയസ്സ്? 2 വയസ്സ്. ഓക്കെ, അപ്പോൾ ഇരട്ടിയാണ്. എന്നാൽ 8 വർഷങ്ങൾക്ക് മുന്നേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ബിഫോർ 8 ഇയേഴ്സ് ആണ് എന്നുള്ളത് ഓർക്കുക. 8 വർഷങ്ങൾക്ക് മുന്നേ എയുടെ വയസ്സ് ബിയുടെ വയസ്സിന് 4 മടങ്ങ്. അപ്പോൾ 1 4. ഓക്കെ, എന്ത് ചെയ്യണം? -8 ആണ് വരുന്നത് അല്ലേ? -8 ആണ് വരുന്നത്. ചെയ്തു നോക്കാം. ഇവിടെ നിന്ന് ഇങ്ങോട്ട് എത്ര വരും? 4 വരും. ഇവിടെ നിന്ന് ഇങ്ങോട്ട് എത്ര വരും? 2 വരും. ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ -8 വരും. ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ -32 വരും. അങ്ങനെ നമുക്ക് എന്ത് കിട്ടും? -8 -32 അപ്പം എന്ത് ചെയ്യും? 32 നിന്ന് 8 കുറയ്ക്കും. 32 നിന്ന് 8 കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും? 24. 24 ആണ് വരുന്നത്. ഇതിൻ്റെ ഡിഫറൻസ് എടുക്കുമ്പോൾ എത്ര കിട്ടും? 2 യൂണിറ്റ് ആണ്. എത്ര എന്ന് വരും? 24 എന്ന് വരും. 2 യൂണിറ്റ് 24 ആണെങ്കിൽ 1 യൂണിറ്റ് എത്രയായിരിക്കും? 12 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ബിക്ക് എത്ര വയസ്സ്? 1 × 12 വയസ്സെന്നും എക്ക് എത്ര വയസ്സ്? 2 × 12 24 വയസ്സെന്നും കിട്ടും. കണ്ടോ? അപ്പോൾ അത് ക്ലിയർ ആയിട്ട് വായിക്കണം. വായിച്ച് മനസ്സിലാക്കി ഈ ഒരു മെത്തേഡ് വേണമെങ്കിൽ ചെയ്യാം, മറ്റോ മെത്തേഡിലും ചെയ്യാം. നിങ്ങൾക്ക് ഏതാണോ കംഫർട്ട് നിങ്ങൾക്ക് അതിൽ ചെയ്യാം കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 6 വർഷങ്ങൾക്ക് മുന്നേ എയുടെ വയസ്സ് ബിയുടെ വയസ്സിൻ്റെ 4 മടങ്ങായിരുന്നു. ഇന്ന് അവരുടെ വയസ്സിൻ്റെ അംശബന്ധം 5:2 ആണ്. അവരുടെ ഇപ്പോഴത്തെ വയസ്സുകൾ എത്ര എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ഇന്ന് അവരുടെ വയസ്സിൻ്റെ അംശബന്ധം എത്ര? 5:2. അപ്പോൾ നമുക്ക് എപ്പോഴും നമ്മൾ എന്താണോ കണ്ടുപിടിക്കേണ്ടത് അതിൻ്റെ റേഷ്യോ ആയിരിക്കണം നമ്മൾ ആദ്യം എഴുതേണ്ടത്. ക്വസ്റ്റ്യൻ തരും പോലെ അല്ല നമ്മൾ എഴുതുന്നത്. നമുക്ക് ഏതാണോ കണ്ടുപിടിക്കേണ്ട റേഷ്യോയാണ് നമ്മൾ ആദ്യം എഴുതേണ്ടത്. അപ്പോൾ
ഇന്ന് അവരുടെ വയസ്സിൻ്റെ അംശബന്ധം 5:2. അപ്പം ഞാൻ എന്തെന്ന് എഴുതി 5:2 ഇന്ന് അവരുടെ വയസ്സിൻ്റെ അംശബന്ധം. ഓക്കെ, എ ഉണ്ട് ബി ഉണ്ട് അല്ലേ. അപ്പോൾ ഇത് എ എന്ന് എഴുതി, ഇത് ബി എന്ന് എഴുതി, ബുദ്ധിമുട്ടില്ലല്ലോ. ഇല്ല, 5:2. ഇനി എന്താണ് 6 വർഷത്തിന് മുമ്പേ, 6 വർഷത്തിന് മുമ്പെന്ന് പറയുമ്പോൾ ബിഫോർ 6 years, അത് 1 6 ആയിരുന്നു, 6 മടങ്ങ് അല്ലേ, 7 വയസ്സിൻ്റെ 6 മടങ്ങായിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ചെയ്തു നോക്കാം. 5 2 6 1, 6 വർഷം -6 ഇവിടെ നിന്ന് ഇതിങ്ങോട്ട് ചെയ്യുമ്പോൾ 12, ഇവിടെ നിന്ന് ഇങ്ങോട്ട് ചെയ്യുമ്പോൾ 5, ഇവിടെ നിന്ന് ഇങ്ങോട്ട് ചെയ്യുമ്പോൾ -36, ഇവിടെ നിന്ന് ഇങ്ങോട്ട് ചെയ്യുന്നു -6 അല്ലേ. ഓക്കെ അല്ലേ? യെസ്. ഇനി എന്താ നെക്സ്റ്റ് സ്റ്റെപ്പ്? പക്ഷേ ഈ ചോദ്യത്തിൽ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി. 6 വർഷങ്ങൾക്ക് മുൻപേ 4 മടങ്ങായിരുന്നു എന്നായിരുന്നു ക്വസ്റ്റ്യൻ അല്ലേ. അപ്പോൾ ഞാൻ എഴുതിയത് എന്ത് ചെയ്തു, തിരിഞ്ഞുപോയി. ഇപ്പോൾ ഇവിടെ നിങ്ങൾ എത്ര ആക്കുക, 4 ആക്കുക കേട്ടോ. 4 ആക്കിയിട്ട് ചെയ്യണം. അപ്പോൾ നമുക്കിവിടെ 8 ആണ് വരുന്നത്, 8. ഓക്കെ, 8. അപ്പോൾ 8 6 4 24, ഇവിടെ എന്ത് വരും, -24 ആണ് വരുന്നത്. അപ്പം ഞാൻ എഴുതിയ വാല്യൂസ് എഴുതിയത് എന്ത് ചെയ്തു, ചെറിയൊരു തെറ്റ് പറ്റിയോണ്ടാണ്. ബാക്കി നമുക്ക് നോക്കാം. ഇതിൻ്റെ ഡിഫറൻസ് എടുക്കുമ്പോൾ എത്ര കിട്ടും, 3 യൂണിറ്റ് എന്ന് കിട്ടും. ഇതിൻ്റെ ഡിഫറൻസ് എടുക്കുമ്പോൾ എത്ര കിട്ടും, നമുക്ക് -6 -24. ഇപ്പോൾ 24 നിന്ന് 6 കുറയ്ക്കാം. 24 നിന്ന് 6 കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും, നമുക്ക് 18 എന്നാണ് കിട്ടുന്നത്. 3 യൂണിറ്റ് 18. 3 യൂണിറ്റ് 18 ആണെങ്കിൽ 1 യൂണിറ്റ് 6. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 5 × 6 30 വയസ്സ് എക്കും, 2 × 6 12 വയസ്സ് ബിക്കും. ഓക്കെ, നമുക്ക് 2 മെത്തേഡിലും ചെയ്യാം. ഏത് മെത്തേഡ് ചെയ്താലും നമുക്ക് എന്ത് കിട്ടും, നമുക്ക് കൃത്യമായിട്ട് നമുക്ക് ഇതിൻ്റെ ആൻസർ കിട്ടും. അപ്പോൾ അത് ക്ലിയർ ആണോ നോക്കുക, നന്നായിട്ട് മനസ്സിലാക്കുക, നന്നായിട്ട് പഠിക്കുക. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. 10 വർഷങ്ങൾക്ക് മുന്നേ അമ്മയുടെ വയസ്സ് മകളുടെ വയസ്സിൻ്റെ 3 മടങ്ങാണ്. എന്നാൽ 10 വർഷം കഴിയുമ്പോൾ അമ്മയുടെ വയസ്സ് മകളുടെ വയസ്സിൻ്റെ ഇരട്ടിയാകും. അവരുടെ ഇപ്പോഴത്തെ വയസ്സ് എത്ര? ഇത് കുറച്ച് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. എന്താ, ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇത് 10 വർഷം ബിഫോർ 10 years, ഇത് ആഫ്റ്റർ 10 years. ഇപ്പോൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ, ഇന്ന് എനിക്ക് 25 വയസ്സാണ് എന്ന് വിചാരിക്കാം. 25, ജസ്റ്റ് ഇമാജിൻ. ഓക്കെ, ഇന്ന് എനിക്ക് 25 വയസ്സാണ് എന്ന്. ബുദ്ധിമുട്ടുണ്ടല്ലേ, ചെറിയൊരു പ്രശ്നം നിങ്ങൾക്ക് ഉള്ളതായിട്ട് തോന്നുന്നു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ 25 മാറ്റിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ 30 എന്ന് വിചാരിച്ചോ. ഓക്കെ, ഇന്ന് എനിക്ക് 30 വയസ്സ്. ഇപ്പോൾ എല്ലാവർക്കും സന്തോഷമായില്ലേ അല്ലേ? യെസ്. അപ്പോൾ ഇന്ന് എനിക്ക് എത്ര വയസ്സ്, 30 വയസ്സ്. 10 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ വയസ്സ് എത്രയായിരിക്കും, എനിക്ക് 20 വയസ്സായിരിക്കും. 10 വർഷം കഴിയുമ്പോൾ എനിക്ക് എത്ര വയസ്സാവും, എനിക്ക് 40 വയസ്സാവും അല്ലേ. അപ്പോൾ ഇന്നെനിക്ക് 30 വയസ്സ്. പ്രസൻറ്റ് ഏജ് ഇവിടെ തന്നിട്ടില്ല കേട്ടോ. പ്രസൻറ്റ് ഏജിന് മുമ്പ് 10 വർഷത്തിന് മുമ്പുള്ള വയസ്സും 10 വർഷത്തിന് ശേഷമുള്ള വയസ്സിൻ്റെയും ബന്ധമാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് തമ്മിലുള്ള ഗ്യാപ്പ് ആക്ച്വലി 20 years ആവണ്ടേ. അല്ലാതെ നമുക്കിവിടെ 10 വർഷം ഒന്നും എടുക്കാൻ പറ്റുമോ? 10 വർഷത്തിന് മുമ്പുള്ള അംശബന്ധവും 10 വർഷത്തിന് ശേഷമുള്ള അംശബന്ധവും നമ്മൾ എടുക്കുമ്പോൾ നമ്മളിവിടെ എന്തേ കിട്ടത്തുള്ളൂ, നമുക്ക് 20 years ആണ് ഗ്യാപ്പ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം 10 വർഷം മുമ്പേ അമ്മയുടെ വയസ്സ് മകളുടെ വയസ്സിൻ്റെ 3 മടങ്ങാണ്. അപ്പോൾ അമ്മയുമുണ്ട്, മദർ ആൻഡ് ഡോട്ടർ. ഓക്കെ, എന്താണ് 10 വർഷം മുമ്പേ. അപ്പം ഞാൻ എന്താണ് പോകുന്നത്, ബിഫോർ 10 years ആണ് എഴുതുന്നത് ആദ്യം. ബിഫോർ 10 years മകളുടെ വയസ്സിൻ്റെ 3 മടങ്ങ് അല്ലേ. അപ്പം മകൾക്ക് 1 വയസ്സ്, അമ്മയ്ക്ക് 3 വയസ്സ്. ഇതിൻ്റെ ഇടയിൽ പ്രസൻ്റ് ഉണ്ട്, ഞാൻ എഴുതുന്നില്ല. അത് കഴിഞ്ഞ് നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്, എന്നാൽ 10 വർഷം കഴിയുമ്പോൾ അമ്മയുടെ വയസ്സ് മകളുടെ വയസ്സിൻ്റെ ഇരട്ടിയാവും. അപ്പോൾ ആഫ്റ്റർ 10 years ആണ് അടുത്തത്. ആഫ്റ്റർ 10 years ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരണം, നമുക്ക് ഇരട്ടിയാവും, 1 2 എന്നാവും. ആക്ച്വലി ഈ 2 ഇൻസിഡൻറ്റുകൾ തമ്മിലുള്ള ഗ്യാപ്പ് പ്രസൻറ്റ് ഇതിൻ്റെ ഇടയിലുണ്ട്, അതവിടെ നിൽക്കട്ടെ. ഈ 2 ബിഫോർ 10 yearsഉം ആഫ്റ്റർ 10 yearsഉം തമ്മിലുള്ള ഗ്യാപ്പ് എത്രയും നമ്മൾ പറഞ്ഞു, 20 years. അതായത് ഇവിടെ നിന്ന് ഇവിടത്തേക്ക് വരാൻ വേണ്ടിയിട്ട് എത്ര വർഷത്തെ ഗ്യാപ്പ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, അത് 20 years ആണെന്നറിയാം. ഇനി നമ്മൾ നേരത്തെ സ്റ്റെപ്പ് എന്താണ്, ഇവിടെയും 20, ഇതാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്, കളർ മാറ്റിയത്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ 20 years കൂടണം അല്ലേ. ഇവിടെ നിന്ന് 20 വയസ്സാണ് 10 വർഷത്തിന് മുമ്പ്. എനിക്ക് 10 വർഷം കഴിയുമ്പോൾ എനിക്ക് എത്ര വയസ്സ് കൂടും, 20 വയസ്സ് കൂടും. ഓക്കെ,
ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇനി എല്ലാം നോർമൽ സ്റ്റെപ്പ്. ഇവിടെ 2 വന്നു, ഇവിടെ 3 വന്നു, വ്യത്യാസം എടുത്തു, 1 കിട്ടി. ഓക്കെ, ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇൻറ്റു ചെയ്യുന്നു, ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇൻറ്റു ചെയ്തപ്പോൾ 20, ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇൻറ്റു ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടി? നമുക്ക് 40 കിട്ടി. ഡിഫറൻസ് എടുത്തപ്പോൾ നമുക്ക് 20 കിട്ടി. അപ്പോൾ 1 യൂണിറ്റ് ഈക്വൽ ടു 20. അപ്പോൾ ആദ്യം മദറിൻ്റെ വയസ്സ് 1 യൂണിറ്റ് ഈക്വൽ ടു 20 ആണെങ്കിൽ മദറിന് 3 യൂണിറ്റ് ആണ്. സോ 3 × 20 ഈക്വൽ ടു 60 ഇയേഴ്സ്. എന്നാണ്? 10 വർഷത്തിന് മുമ്പാണ്, ഇപ്പോഴല്ല. ഓക്കെ, ഇനി ബിഫോർ 10 ഇയേഴ്സ് ആണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ റേഷ്യോ ആണിത്. ഇനി മകളുടെ വയസ്സോ 1 × 20 ഈക്വൽ ടു 20 ഇയേഴ്സ്. അപ്പോൾ അമ്മയുടെ വയസ്സും കിട്ടി, മകളുടെ വയസ്സും കിട്ടി. എന്നാൽ പ്രസന്റ് ഏജ് ആണ് നമ്മുടെ അടുത്ത് ചോദിക്കുന്നത്. പ്രസന്റ് ഏജ് ആണ് നമുക്ക് വേണ്ടത്. ഇപ്പോഴത്തെ വയസ്സാണ്. 10 വർഷത്തിന് മുമ്പ് 60ഉം 20ഉമായിരുന്നു. പ്രസന്റ് ഏജ് ഓഫ് മദർ ഈക്വൽ ടു 60യുടെ കൂട്ടത്തിൽ ഒരു 10ഉം കൂടെ കൂട്ടി 70 ഇയേഴ്സും, ഡോട്ടർ മകൾക്ക് 20യുടെ കൂടെ ഒരു 10ഉം കൂടെ കൂടി 30 ഇയേഴ്സും ആവണം. എന്നാൽ ഒരു 10 വർഷം കഴിയുമ്പോഴോ, 10 വർഷം കഴിയുമ്പോൾ ഇത് 40 ആവും, ഇത് 80 ആവും, ഇരട്ടിയാവും അല്ലേ? അപ്പോൾ നമ്മൾ പറഞ്ഞ സ്റ്റെപ്പ് എന്തായി? കറക്റ്റായി. അപ്പോൾ നിങ്ങൾ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. ബിഫോർ 10 ഇയേഴ്സ്, ആഫ്റ്റർ 10 ഇയേഴ്സ് തരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, നിങ്ങൾ പ്രോബ്ലം ചെയ്യാൻ. അല്ലാതെ എന്ത് ചെയ്യരുത്? ശ്രദ്ധിക്കാതെ ചെയ്യരുത്. ഒരു കാരണവശാലും ശ്രദ്ധിക്കാതെ ചെയ്യരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. 5 വർഷത്തിന് ശേഷം എയുടെ വയസ്സ് ബിയുടെ വയസ്സിന്റെ 3 ഇരട്ടിയാവും. എന്നാൽ 5 വർഷത്തിന് മുന്നേ എയുടെ വയസ്സ് ബിയുടെ വയസ്സിന്റെ 7 ഇരട്ടി ആയിരുന്നു. അവരുടെ ഇപ്പോഴത്തെ വയസ്സ് എത്ര? ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ അതേ മോഡൽ ചെയ്യുന്നില്ല, നമ്മൾ ആദ്യം പറഞ്ഞില്ലേ വേറൊരു മോഡൽ, അതിൽ നമുക്ക് ചെയ്യാൻ പറ്റുമോ നോക്കാം. 5 വർഷത്തിന് ശേഷം, ബിഫോർ 5 ഇയേഴ്സ്, എയുടെ വയസ്സ് ബിയുടെ വയസ്സിന്റെ 3 ഇരട്ടിയായിരുന്നു. എയുടെ വയസ്സ് ബിയുടെ വയസ്സിന്റെ 3 ഇരട്ടി. അപ്പോൾ എയുടെ വയസ്സ് ബിയുടെ വയസ്സിന്റെ 3 ഇരട്ടി. അപ്പോൾ 1, 3. ഓക്കെ, ഇനി ആഫ്റ്റർ 5 ഇയേഴ്സ്, 5 വർഷത്തിന് ശേഷം, സോറി ഇതാണ് ആഫ്റ്റർ 5 ഇയേഴ്സ് കേട്ടോ. ഇത് ആഫ്റ്റർ 5 ഇയേഴ്സ്. ആദ്യം 5 വർഷത്തിന് ശേഷമാണ് തന്നിരിക്കുന്നത്. എന്നാൽ 5 വർഷത്തിന് മുമ്പേ, ഇതാണ് ബിഫോർ 5 ഇയേഴ്സ് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യരുത്, തിരിഞ്ഞു പോകരുത്. ഇതാണ് ബിഫോർ 5 ഇയേഴ്സ്. ബിഫോർ 5 ഇയേഴ്സ് എത്രയാണ് തന്നിരിക്കുന്നത്? എയുടെ വയസ്സ് ബിയുടെ വയസ്സിന്റെ 7 ഇരട്ടി അല്ലേ? 7 ഇരട്ടി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 7 ഇരട്ടി ആണെങ്കിൽ എന്തിനും 17 എന്ന് എഴുതണം. എന്ത് ചെയ്യണം? ഇവരുടെ ഗ്യാപ്പ് ആക്ച്വലി എത്രയാണ്? 10 ആണ്. 10 ഇയേഴ്സ് ആണ്. 5 വർഷം ബിഫോറും 5 വർഷം ആഫ്റ്ററും ആണെങ്കിൽ 10 ഇയർ ആണ് ഗ്യാപ്പ്. നേരത്തെ ചെയ്ത പോലെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ക്രോസ് ചെയ്യുക. 3, 7 വ്യത്യാസം എടുപ്പോൾ 4 എന്ന് എടുക്കുക. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? എയുടെ വയസ്സ് കണ്ടുപിടിക്കാം. എയുടെ ഏത് വയസ്സ്? ആഫ്റ്റർ 5 ഇയേഴ്സ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. എയുടെ ആഫ്റ്റർ 5 ഇയേഴ്സ് 3 × 10 പരിഗണിക്കാത്ത അംശത്തിന്റെ വ്യത്യാസം 6 ബൈ ഛേദം എടുത്തു. എത്ര കിട്ടി? 4. അപ്പോൾ എന്ത് ചെയ്യാം? ഇത് നമ്മൾ ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ 2 വന്നു, ഇവിടെ 5 വന്നു. ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് എത്ര വന്നു? 3 വന്നു അല്ലേ? 3 5 15, 15 × 3 45 വയസ്സെന്ന് കിട്ടി. ഇത് എന്നത്തെ വയസ്സാ? ഇത് ആഫ്റ്റർ 5 ഇയേഴ്സ്. 5 വർഷം കഴിയുമ്പോഴാണ് 45 വയസ്സ്. അപ്പോൾ പ്രസന്റ് ഏജ് എന്തായിരിക്കും? പ്രസന്റ് ഏജ് 45 മൈനസ് 5. 5 വർഷം കഴിയുമ്പോഴാണ് 45 വയസ്സ്. ഇപ്പോൾ എത്ര വയസ്സേ ആയുള്ളൂ? 40 വയസ്സേ ആയുള്ളൂ അല്ലേ? ഇനി ബിയുടെ വയസ്സും കൂടെ കണ്ടുപിടിച്ച് നോക്കാം. ബിയുടെ വയസ്സെന്ന് പറയുമ്പോഴത്തേക്ക് 1 എഴുതി, 3 ഇൻറ്റു നമ്മൾ 10 ഇയേഴ്സ് ആണ് ഗ്യാപ്പ്. എന്ത് ചെയ്തു? പരിഗണിക്കാത്ത അംശം എന്നതിൻ്റെ വ്യത്യാസം 6. എന്ത് ചെയ്യുന്നു? ഛേദങ്ങളുടെ വ്യത്യാസം 4 ആണ്. നേരത്തെ പോലെ ചെയ്തു. ഇവിടെ എത്ര കിട്ടി? 5. ഇവിടെ എത്ര കിട്ടും? 3. 3 5 15. ഇത് എന്നത്തെ വയസ്സാ? ഇത് 5 വർഷം മുമ്പാണ്. അപ്പോൾ പ്രസന്റ് ഏജ് എന്തായിരിക്കും? പ്രസന്റ് ഏജ് 5 വർഷം മുമ്പല്ല, 5 വർഷത്തിന് ശേഷം. 5 വർഷം കഴിയുമ്പോൾ 15 വയസ്സ്. ഇപ്പോൾ എത്രയായിരിക്കും? 10 വയസ്സായിരിക്കും അല്ലേ? 10 വയസ്സ്. ക്ലിയർ അല്ലേ? ഈസി ആയിട്ട് ചെയ്യാൻ പറ്റൂലേ? പറ്റും. അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. അച്ഛൻ മകനോട് പറഞ്ഞു, നീ ജനിക്കുമ്പോൾ എനിക്ക് നിന്റെ ഇപ്പോഴത്തെ പ്രായം. അച്ഛൻ ഇപ്പോൾ 50 വയസ്സാണെങ്കിൽ മകൻ എത്ര വയസ്സ് എന്നാണ് ചോദ്യം. അച്ഛൻ മകനോട് എന്താ പറഞ്ഞത്? ഡേയ്, നീ ജനിക്കുമ്പോൾ എനിക്ക് നിന്റെ ഇപ്പോഴത്തെ പ്രായം. അപ്പം മകൻ ഇപ്പം എത്ര പ്രായമുണ്ടോ
ആ പ്രായം ഉണ്ടായിരുന്നപ്പോൾ ആർക്ക്? ആ പ്രായം അച്ഛനുണ്ടായിരുന്നപ്പോഴാണ് മകൻ ജനിക്കുന്നത്. അപ്പോൾ മകന്റെ പ്രായം കണ്ടുപിടിക്കാൻ അച്ഛന്റെ വയസ്സിന്റെ പകുതി എടുത്താൽ പോരെ? 25 വയസ്സ്. മകൻ എത്ര വയസ്സ്? മകൻ ഇപ്പോൾ 25 വയസ്സ്. അതായത് മകൻ ജനിച്ചിട്ട് എത്ര വയസ്സായി? 25 ഇയറായി. അതുകൊണ്ട് മകൻ എത്ര വയസ്സ്? 25 വയസ്സ്. അന്ന് അച്ഛൻ എത്ര വയസ്സ്? അന്ന് അച്ഛനും 25 വയസ്സ്. മകനിപ്പോൾ 25 വയസ്സ്. അച്ഛനും അന്ന് എത്ര വയസ്സായിരുന്നു? 25 വയസ്സ്. മകൻ ജനിച്ചിട്ട് എത്ര വർഷമായി? 25 വർഷമായി. ഇപ്പൊ അച്ഛൻ എത്ര വയസ്സ്? 50 വയസ്സ്. ഒന്നുകൂടാ, എന്താണ്? അച്ഛന്റെ വയസ്സ് 50, മകന്റെ വയസ്സ് കണ്ടുപിടിക്കണമെങ്കിൽ മകന്റെ വയസ്സ് എന്താണ്? നേരെ പകുതി എടുത്താൽ മതി. മകൻ ഇപ്പോൾ 25 വയസ്സ്. മകൻ ഇപ്പോൾ 25 വയസ്സ്. ഈ 25 വയസ്സ് ഉള്ളപ്പോഴാണ് ഈ മകൻ ജനിക്കുന്നത്. അതുകൊണ്ടാണ് 25 കൂടെ എന്തായത്? അച്ഛൻ ഇപ്പോൾ 50 വയസ്സ് ആയത്. ഒരു ക്വസ്റ്റ്യൻ നോക്കാം. അച്ഛന് 30 വയസ്സുള്ളപ്പോൾ മൂത്ത മകൻ ജനിച്ചു. മൂത്ത മകന് 8 വയസ്സുള്ളപ്പോൾ രണ്ടാമത്തെ മകൻ ജനിച്ചു. രണ്ടാമത്തെ മകന് ഇപ്പോൾ 13 വയസ്സെങ്കിൽ അച്ഛന്റെ പ്രായം എന്ത്? അച്ഛന് 30 വയസ്സുള്ളപ്പോൾ മൂത്ത മകൻ ജനിച്ചു. ഓക്കെ, അപ്പോൾ അച്ഛന് 30 വയസ്സുള്ളപ്പോഴാണ് മൂത്ത മകൻ ജനിച്ചു. അപ്പോൾ മൂത്ത മകൻ ജനിച്ച് 8 വയസ്സായി. മൂത്ത മകൻ ജനിച്ച് 8 വയസ്സായി. മൂത്ത മകൻ എത്ര വയസ്സായി? 8 ഇയേഴ്സ് ആയി. അപ്പോൾ അച്ഛൻ എത്ര വയസ്സായി? അച്ഛന് 38 വയസ്സായി. അതായത് മൂത്ത മകൻ ജനിക്കുമ്പോൾ അച്ഛൻ എത്ര വയസ്സ്? 30 വയസ്സ്. മൂത്ത മകൻ ഇപ്പോൾ എത്ര വയസ്സ്? 8 വയസ്സ് തന്നെ. അതായത് 8 വയസ്സ്. നമ്മൾ ആദ്യത്തെ സെന്റൻസ് മാത്രമേ പറയുന്നുള്ളൂ. മൂത്ത മകൻ എത്ര വയസ്സ്? 8 വയസ്സ്. 30 പ്ലസ് 8 38 വയസ്സായപ്പോൾ അച്ഛന് 38 വയസ്സായപ്പോൾ രണ്ടാമത്തെ മകൻ ജനിച്ചു. ഇപ്പൊ എന്ത് മനസ്സിലായി? അച്ഛന് 38 വയസ്സായി. അച്ഛന് 38 വയസ്സായപ്പോൾ സെക്കൻഡ് ബേബി, രണ്ടാമത്തെ മകൻ ജനിച്ചു. രണ്ടാമത്തെ മകൻ ഇപ്പോൾ എത്ര വയസ്സ്? 13 വയസ്സ്. അതായത് രണ്ടാമത്തെ മകൻ ജനിച്ചിട്ട് 13 വർഷമായി. രണ്ടാമത്തെ മകൻ ജനിച്ചിട്ട് എത്ര വർഷമായി? 13 വയസ്സായി. അപ്പോൾ 38 പ്ലസ് 13 48 51 വയസ്സാർക്ക് അച്ഛൻ ഇപ്പോൾ എത്ര വയസ്സ്? 51 വയസ്സ് എന്ന് പറയാം. ക്ലിയർ ആണോ നോക്കിക്കേ. അപ്പോൾ അത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. എങ്ങനെയാണ് ചെയ്തത് നോക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഏജുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നമ്മൾ മാക്സിമം നമ്മൾ ചെയ്തിട്ടുണ്ട്, നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്ത് വരും? ഇത് നിങ്ങൾക്ക് ചോദ്യങ്ങൾ വരും. നിങ്ങൾ ചോദ്യങ്ങളെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക? ചെയ്ത് നോക്കുക. നന്നായിട്ട് പഠിക്കുക, വർക്ക് ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾ ആദ്യം ഒപ്പിടുന്നത് വരെ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ പരിശ്രമിക്കുക, ഹാർഡ് വർക്ക് ചെയ്യുക, സ്വന്തമാക്കുക നിങ്ങൾക്കൊരു ജോലി. അപ്പോൾ എന്ത് ചെയ്യാം? വീണ്ടും അടുത്ത ഒരു ടോപ്പിക്കുമായിട്ട് കാണാം. അതുവരേക്കും എന്ത് ചെയ്യാണ്? ഗുഡ് ബൈ, ഓൾ ദി ബെസ്റ്റ്.